അങ്ങനെ ആദില നൂറമാറി ഒരു വിശദീകരണവുമായിട്ട് എത്തിയിട്ടുണ്ട്. ഏതായാലും ആ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ഞങ്ങളെ ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടോ ക്യാഷിന് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ല ഞങ്ങൾ പോയത്. ഞങ്ങൾ രണ്ടുപേർക്കും വ്യക്തിപരമായ ക്ഷണം ലഭിച്ചതിനാലാണ് ഞങ്ങൾ പോയത്. ഈ പരിപാടിയിൽ എല്ലാവരും ഞങ്ങളെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. ഞങ്ങളുടെ പേരുകൾ വിളിച്ചു, ഫോട്ടോ എടുത്തു. ആത്മാർത്ഥമായ ആതിഥ്യ മര്യാദയോടെയാണ് ഞങ്ങളോട് എല്ലാവരും അവിടെ പെരുമാറിയത്. ഞങ്ങളുടെ സാന്നിധ്യം ഒരു പ്രശ്നമാണോ എന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തവരാണെന്നോ ഒരു സൂചനയും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത ദിവസം 2 പെൺകുട്ടികളെ ക്ഷണിച്ചത് ഒരു തെറ്റാണെന്നും ഞങ്ങളെ സ്വീകരിക്കുന്നത് സമൂഹത്തിന്റെ തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും സൂചിപ്പിക്കുന്ന ഒരു പൊതു പ്രസ്താവന കണ്ട് വളരെ നിരാശാജനകമായിരുന്നു. ഞങ്ങൾ ആരുടെയും വീട്ടിലേക്ക് ഇടിച്ചു കയറിയിട്ടില്ല. ക്ഷണിക്കപ്പെടാതെ ഞങ്ങൾ പങ്കെടുത്തിട്ടുമില്ല. ഒരു സ്ഥലത്തെയും വ്യക്തിയെയും ഞങ്ങൾ അനാദരിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും മനുഷ്യരാണെന്ന് തെളിയിച്ചു. അന്തസ്സോടെ ജീവിക്കുന്നു. ഞങ്ങളെ വേദനിപ്പിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്യുകയും പുതിയ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ തിരുത്തലിന് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇത് എല്ലാവരും ഒരു ലളിതമായ സത്യം ഓർമ്മിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദില നൂറ കുറിച്ചു. അതായത് ഇവരെവിടെയും ഇടിച്ചു കയറി ചെന്നിട്ടില്ല എന്നാണ് ആദില നൂറമാർ പറയുന്നത്. പക്ഷേ ഫൈസൽ പറയുന്നത് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഫൈസൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ പറയല്? അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈസൽ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു കമ്പനീനെ അങ്ങ് ഏൽപ്പിച്ചു. ആ കമ്പനി പിന്നെ എന്താ പറയണ്ടത്, ഫൈസലിനെ കൃത്യമായിട്ട് അങ്ങ് എന്താ പറയണ്ടത് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു എന്നേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഫൈസലിനെ കൃത്യമായിട്ട് പറ്റിച്ചു. ഇല്ലെങ്കിൽ ഫൈസലിനെ അറിയാവുന്ന കാര്യമായിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള 2 പേര് വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് അറിയില്ലായിരിക്കാം. അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു വിവാദത്തിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് എനിക്ക് കുറച്ച് ഇത് കിട്ടുമല്ലോ, അതായത് കുറച്ച് ഫെയിം കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എടുത്തതാണോ എന്നും അറിയില്ല. ഏതായാലും അയാളുടെ ഗൃഹപ്രവേശ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 നിലയിൽ മൂഞ്ചിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒന്നുകിലെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു, സ്വീകരിച്ചു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നു, ഒരുപാട് ആൾക്കാർ ഈ പിന്നെ പ്രസ്താവനയുമായിട്ട് വന്നു. ശരിയാണ്, അതിൽ വേണമെങ്കിലും മിണ്ടാതിരിക്കാമായിരുന്നു. ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ ഇത് 2 ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ലേ. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന കാര്യം എന്നറിയാം, 2 ദിവസം മിണ്ടാണ്ടിരിക്കുക, 3-ാമത്തെ ദിവസം മറുപടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ അന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ആ ഒഴിച്ചു കൊടുത്തതാണ് ഫൈസൽ ചെയ്ത തെറ്റെന്ന് ഞാൻ പറയുള്ളൂ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇയാളുടെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരായ കുറെ പിആറുകളാണ്. അതായത് ബുദ്ധി ഉറക്കാത്ത പിആറുകൾ, എന്തോ പൈസയുണ്ട് കുറെ, അങ്ങനെ ഏതോ ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസം ഉള്ളവനെ വെച്ചാണ്. പക്ഷെ കൃത്യമായിട്ട് മലയാളം എഴുതാൻ വായിക്കാനും അറിയില്ല ഒന്ന്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത കുറെ മണ്ടന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇമാതിരി ഇത് ചെയ്യോ ഒന്ന് പറഞ്ഞു കൊടുക്കത്തില്ലേ, സാറേ ഇത് വേണ്ട, ഇത് ചെയ്യരുത്, ഇപ്പോഴേ ഇത് ചെയ്തു കഴിഞ്ഞാൽ താങ്കൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കൊടുത്തൂടെ? അതുപോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, അതായത് ഈ സെലിബ്രിറ്റികളാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ അതിനെ ഓടിച്ചാടി ചെല്ലുന്നത്, അന്ന് ചെല്ലാണ്ടെന്നൂടെ അവനോന്റെ ഇത് ചെയ്തൂടെ? അവനോന്റെ ആ ഒരു എന്താ പറയണ്ട ഒരു വില അത് നമ്മളെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞൂടെ? അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഫാഷൻ ഷോയ്ക്ക് പോകുന്ന വരെയാ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഇവരെയൊക്കെ അങ്ങനെ അങ്ങ് സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് അങ്ങ് നിരത്തി അങ്ങ് നിർത്തിക്കുവായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയാൻ കുറേ എണ്ണം ഉണ്ടാകും. ഇതാണ് ഇവരുടെയൊക്കെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥ. ഇതൊരു മാനസിക രോഗമാണ് ശരിക്ക്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നല്ലതല്ല. ഈ പഴയ എന്താ പറയേണ്ടത്, നിന്റെ വീട്ടിൽ കൂടി ആരെല്ലാം വന്ന് നിന്റെ വീട്ടിൽ കൂടി ബിഗ് ബോസ് താരങ്ങൾ വന്നിന്, അവർ വന്നിന്, ഇവർ വന്നിന് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോപ്രായമാണ് ഈ മുതലാളിമാർ കളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് പൈസ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവർക്ക് ചിന്തിക്കേണ്ട ബുദ്ധി കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അതുകൊണ്ടല്ലേ ഈ ഫൈസലിനെയൊക്കെ അരിപ്രാഞ്ചി തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പിന്നെ പൈസ കാണിക്കാൻ വേണ്ടിയിട്ടും ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ടും, അതായത് ഞാൻ ഇങ്ങനെയാണ് എന്ന് ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് പല കോപ്രായങ്ങൾ കാണിക്കൂ. അങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും വിളിക്കുന്ന പേരാണ് ഈ അരിപ്രാഞ്ചി. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ വലിയ മുതലാളിമാർ എന്തൊക്കെ കളിക്കുന്നുണ്ട്, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പറയുക കേൾക്കുന്നുണ്ടോ? ഇതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇത് അനാവശ്യമായിട്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ അഭിനയിക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്ന് പൈസയിലേക്ക് കുറച്ചും കൂടി നിങ്ങൾ നേരെയാവാനുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോഴും കാണിക്കുന്ന ഒന്നും പറഞ്ഞാൽ നിങ്ങൾ ശരിയാണ്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹമുണ്ട്,
താല്പര്യമുണ്ട്. അത് മാത്രവുമല്ല നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതൊക്കെ ഞാനൊന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കട്ടെ, ആ ഒരു സ്വഭാവം കൂടി വരുന്നേ. അതാണ് നമ്മൾ ആദ്യം തന്നെ മാറ്റിയെടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാഷൻ ഷോ പരിപാടികൾ നിർത്തുക. എന്ത് ഇതുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വന്നിട്ട് കുറെ ഫാഷൻ ഷോ ആൾക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അതൊരു വലിയ അന്തസ്സാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതല്ലേ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരുത്തൻ ഈനടുക്ക് പറയുന്നത് എനിക്ക് കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട് 50,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരികയാണ്. അവനെ കല്യാണത്തിന് ക്ഷണിച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം ഉറുപ്പ് കൊടുക്കണം പോലും. അത് ക്ഷണിക്കാനും ആൾക്കാരുണ്ട്. മലപ്പുറത്ത് നിന്ന് ഈനടുക്ക് ഒരു കല്യാണം നടന്നപ്പോൾ അവനെ ക്ഷണിച്ചിരിക്കുന്നതായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കോപ്രായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കലാണ് ഓരോരോ ആൾക്കാർ. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ പൈസ ഇങ്ങനെ നിങ്ങൾക്ക് കടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വല്ല നമ്മുടെ ചാരിറ്റിക്ക് കൊടുക്കലുണ്ടെങ്കിൽ എന്നാലും ഒരുപാട് ആൾക്കാർ ഇനിയും കിട്ടാനുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ പണ്ട് എല്ലാവരെയും വിളിച്ച് നോർമലായിട്ട് എല്ലാവരും വന്നോട്ടെ. അതുപോലെ ഈ ഫാഷൻ ഷോ നടത്തുമ്പോൾ ഭയങ്കര അരോചകത്വം തന്നെയാണ്. അയ്യോ, ഇതിനിടയ്ക്ക് മറ്റേ എന്താ പറയേണ്ടത്, മറ്റേ വേറൊരു ജ്വല്ലറി മുതലാളിന്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു ഫാഷൻ ഷോ. ഈ ഭഗവാനെ, എന്തൊരു ദുരന്താണ് ഇവരൊക്കെ. പൈസ ഉണ്ട് എന്നല്ലാതെ ഇത് എങ്ങനെ ചെലവാക്കണമെന്നോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് വെറുതെ ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ കോമാളി വേഷം കിട്ടുമെന്ന് ഞാൻ പറയുന്നുള്ളൂ. കോമാളി വേഷം കിട്ടുന്ന മുതലാളിമാരായെന്ന് എനിക്ക് ഇവരുകളിൽ തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഈ സമൂഹത്തിന് ഭയങ്കര മാറ്റം അതൊന്നുമല്ല. ഇവരുടെ ഒരു പൊങ്കളാന്തം കാണിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, പൊങ്കളാന്തം കാണിക്കുക, ഇവരുടെ ആഢ്യത്വം കാണിക്കുക, ഇത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇനി സംഭവിച്ചാൽ മിണ്ടാതിരുന്നാൽ മതി. അത് മിണ്ടാതിരുന്നില്ല. മിണ്ടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് പിറ്റേന്നെ പോസ്റ്റ് ഇടുന്നു, പിന്നെ അത് തിരുത്തുന്നു. ഇന്ന് വേറൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ വേറൊരു പോസ്റ്റ് കൂടി ഞാൻ ഒന്ന് വായിച്ചു തരാം. ഫൈസലിന്റെ തന്നെ വേറൊരു പോസ്റ്റാണേ, അത് നമുക്കൊന്ന് വായിക്കാം. അത് ഇതേപോലെ മാപ്പ് ഖേദം ചോദിക്കും. പക്ഷെ ഇവര് പറഞ്ഞു ഞങ്ങളെ മാപ്പൊന്നും ചോദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടെ ഇവര്. കാരണം ഇവർക്ക് മാപ്പും ചോദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ്. ഫൈസലിട്ട പോസ്റ്റ് ആദിലയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹരാസ്മെന്റ് ചെയ്യുകയോ ചെയ്യുന്നത് ശരിയല്ല. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിനെയും ബഹുമാനം ഏതൊരു മതപരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എൻ്റെ ഉദ്ദേശത്തിലുണ്ടായിരുന്നില്ല. അത് പ്രതീക്ഷിച്ചതിനുമപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹരാസ്മെന്റുകളും ഉയർന്നുവെന്നും അത് അവർക്ക് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി പറയുന്നത് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹേറ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. അവർ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ മൂല്യം. ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും വിനീതമായി അപേക്ഷിക്കുന്നു. എന്തൊരു മനുഷ്യനാണ്, എന്തിനെങ്ങനെ താഴ്ന്നു പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ താഴുന്നതിനൊരു പരിധിയില്ലേ. നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല വിളിച്ചത്, അത് അവിടെ തന്നെ ഉറച്ചു നിന്നാൽ മതി. കഴിഞ്ഞ വർഷം അതല്ലേ, നിങ്ങൾ വേറെ ഏതോ ഏജൻസിനെ ഏൽപ്പിച്ചു, ആ ഏജൻസിക്കാർ നിങ്ങളെ ചതിച്ചു, അത്ര മാത്രം ചെയ്താൽ മതി. ഏജൻസിക്കാർ നിങ്ങൾക്കൊരു പണി തന്നു, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെ മാർക്കറ്റിംഗ് ടീം നിങ്ങൾക്കെതിരെയായിട്ടാണ് ഇപ്പൊ നീങ്ങുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അതായത് ആ മാർക്കറ്റിംഗ് ടീമിലുള്ള ആൾക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നോക്കി വെച്ചോ, അവന്മാരെ നിങ്ങളെ ശരിക്കും പറഞ്ഞ് നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന എൻ്റെ പൊന്നു പൈസയിലേക്ക് നിങ്ങൾ ഇനിയും തന്നെ ഇങ്ങനെയുള്ള കോപ്രായങ്ങളങ്ങ് ഒഴിവാക്കി വിടുക. അതായത് വേറെ ആൾ ഏൽപ്പിക്കുന്ന പരിപാടികൾ നമ്മൾ എന്തിനാണ് വെറുതെ നമ്മുടെ സമാധാനം കളയുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അങ്ങനെ അത്രമാത്രം പാവങ്ങളോ അത്രമാത്രം നല്ലവരും നല്ല ഇവര്. അതായത് ഇവര് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ എല്ലാവരെയും വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഒരു ഘടകം തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇതൊന്നും അല്ല, മനസ്സിലായ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ പിന്താങ്ങണം എന്നില്ല.
നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇതുപോലെ നടക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആ നിലപാടിൽ നിൽക്കുക വേണ്ടത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.